തങ്ങളുടെ 10 വർഷത്തെ ഭരണം അഴിമതിരഹിതമായിരുന്നുവെന്ന ബി.ജെ.പി. നേതാക്കളുടെ വീമ്പ് പറച്ചിലിന്റെ പൊള്ളത്തരം ഇലക്ട്രൽ ബോണ്ട് തുറന്നുകാട്ടിയിരിക്കുന്നു. 2024 ഫെബ്രുവരി 15-ന് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. വൻ കുത്തകകളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും അവരുടെ പേരും ഉറവിടവും വെളിപ്പെടുത്താതെ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈപ്പറ്റുന്ന ഇടപാടാണ് ഇലക്ട്രൽ ബോണ്ട്. സംഭാവന നൽകിയവരുടെ പേര് വിവരങ്ങൾ പാർട്ടികൾ രാജ്യത്തെ ജനങ്ങളോട് പോലും വെളിപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ അടിമുടി സുതാര്യമല്ലാത്ത ഈ ഏർപ്പാട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഴിമതിരഹിതമാക്കുമെന്നാണ് ബി.ജെ.പി. അവകാശപ്പെട്ടത്. ഇലക്ട്രൽ ബോണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ റിസർവ് ബാങ്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെ ശക്തമായി എതിർത്തു. അതിനെ പൂർണ്ണമായി സർക്കാർ അവഗണിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ടിന് വീതിയൊരുക്കാൻ 1951-ലെ ജനപ്രാതിനിധ്യ നിയമവും 1961-ലെ ഇൻകം ടാക്സ് ആക്ടും 2019-ലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമവും 2013-ലെ കമ്പനീസ് ആക്ടും പാർലമെന്റിൽ ഭേദഗതി ചെയ്തു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 20,000 രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി അത് ഭേദഗതി ചെയ്തു. ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് പണം നൽകുന്നതെങ്കിൽ നൽകുന്നവരും വാങ്ങുന്നവരും ആർക്കും ഒരു വിവരവും നൽകേണ്ടതില്ല എന്ന് നിയമം മാറ്റി എഴുതി. പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താതിരിക്കാൻ ആദായ നികുതി നിയമവും ഭേദഗതി ചെയ്തു. വിദേശ കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിക്കാനുണ്ടായിരുന്ന തടസ്സങ്ങളും നീക്കി. കമ്പനി നിയമപ്രകാരം സ്ഥിരമായി 3 വർഷം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ലാഭത്തിന്റെ പരമാവധി 7.5% വരെയേ സംഭാവന നൽകാവൂ എന്ന നിയമവും ഭേദഗതി ചെയ്തു. ഇത്ര പിടിവാശിയോടെ എന്തിനാണ് ബോണ്ട് സമ്പ്രദായം കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ആകെ കച്ചവടം നടന്ന ഇലക്ട്രൽ ബോണ്ടിൽ 6,060 കോടി രൂപയും ലഭിച്ചത് ബി.ജെ.പിക്കാണ്. 2ാം സ്ഥാനം തൃണമൂൽ കോൺഗ്രസിനും 3ാം സ്ഥാനം കോൺഗ്രസിനും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണത്തട്ടിപ്പിന് കേസെടുത്തിട്ടുള്ള സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി 1,368 കോടി രൂപ സംഭാവന നൽകിയ ഞെട്ടലുളവാക്കുന്ന വിവരമാണ് SBI നൽകിയ രേഖ വെളിവാക്കുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വരെ ബോണ്ട് വാങ്ങി പാർട്ടികൾക്ക് നൽകിയത്രേ. അത് കള്ളപ്പണമല്ലാതെ മറ്റെന്താണ്? കടലാസ് കമ്പനികൾ ബോണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു. വിദേശ കമ്പനികൾ നൽകിയ സംഭാവന രാജ്യ താൽപര്യത്തിന് ഹാനികരമല്ല എന്ന് പറയാൻ കഴിയുമോ? ചുരുക്കത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ വിനാശകരമായ കൂട്ടിക്കൊടുപ്പും ഭയാനകമായ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നിൽ നടന്നത്. അതിന്റെ എല്ലാം ആസൂത്രകനും പ്രയോജകനുമായി ബി.ജെ.പി. നിലകൊണ്ടു. എങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ഞെളിയാൻ ഒരു നാണവുമില്ല ബി.ജെ.പിക്ക്.